ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ആപ്പിൾ റോസസ് ചെയ്ത് നോക്കാം. പഫ് പേസ്ട്രിയും ആപ്പിളും ഒക്കെ വെച്ച് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് റെസിപ്പിയാണിത്. ഇത് കാണാനും കഴിക്കാനും നല്ലതാണ്. ഇതിൻ്റെ സ്വീറ്റ്നെസ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ആപ്പിൾ റോസസ് എങ്ങനെയാണ് എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാൻ ആപ്പിള്, ലെമണ്, പഫ് പേസ്ട്രി, പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇടാനായിട്ടുള്ള വെള്ളമാണ്. വെള്ളത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്ന ആപ്പിൾ ഒന്ന് മുങ്ങിക്കിടക്കാൻ ആവശ്യമായ വെള്ളത്തിലേക്ക് ഞാനിപ്പം ഒരു ഹാഫ് ലെമണിൻ്റെ ജ്യൂസാണ് എടുത്തേക്കുന്നത്. അത് വലിയ ലെമൺ ആയതുകൊണ്ടാണ്. ചെറിയ ലെമൺ ആണെങ്കിൽ ഒരു ലെമണിൻ്റെ ജ്യൂസ് ഒഴിക്കാം. ഇതുപോലെ ആപ്പിൾ സീഡ് കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എത്രയും കട്ടി കുറച്ച് കട്ട് ചെയ്യാവോ അതുപോലെ കട്ടി കുറച്ച് കട്ട് ചെയ്ത ഉടനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ചേർന്ന വെള്ളത്തിലേക്ക് ഈ ആപ്പിളിൻ്റെ സ്ലൈസസ് ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ കളർ മാറാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഈ ആപ്പിൾ സ്ലൈസസ് എല്ലാം കട്ട് ചെയ്ത് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആപ്പിൾ സ്ലൈസസ് വെള്ളത്തിൽ മുങ്ങിക്കിടക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കുന്ന പാത്രം മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള പാത്രം വേണം. കാരണം നമുക്കിത് ഒരു 3 മിനിറ്റോളം ഒന്ന് മൈക്രോവേവ് ചെയ്യാനുണ്ട്. ഇത് മൈക്രോവേവ് ചെയ്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ആപ്പിൾ സ്ലൈസസ് ഒക്കെ നല്ലപോലെ ഒന്ന് ഫ്ലെക്സിബിൾ ആയിട്ട് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കാനായിട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ബ്രൗൺ ഷുഗർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂണോളം സിനമൺ പൗഡർ, നമ്മുടെ കറുകാപ്പട്ട പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനി അധികം തരിയൊന്നും ഇല്ലാതെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ബട്ടർ മെൽറ്റ് ചെയ്തതും അൺസോൾട്ടഡ് ബട്ടറാണ്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ജാമോ പ്രിസർവോ എടുക്കാവുന്നതാണ്. ഇത് ഞാൻ മേടിച്ച പഫ് പേസ്ട്രിയാണ്. ഇത് ഇതുപോലെ പീസുകളായി കട്ടാക്കിയ രീതിയിലാണ് കിട്ടിയേക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ഷീറ്റായിട്ടാണ് കിട്ടിയേക്കുന്നതെങ്കിൽ നമുക്ക് വേണ്ടിയ അളവിന് അതൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്ത ശേഷം കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ഇപ്പം നമ്മൾ പരത്താനുള്ള സർഫസിലേക്ക് ഞാൻ കുറച്ച് ഓൾ പർപ്പസ് ഫ്ലോറും നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനമൺ ബ്രൗൺ ഷുഗറിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് പരത്താനുള്ള ഈസി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്. ഇനി ഞാൻ ഒരു പീസ് പഫ് പേസ്ട്രി വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ റോസസ് വേണമെങ്കിൽ ഈ ഒറ്റ പീസിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് ഒരു മീഡിയം സൈസസ് ഉള്ള റോസസ് ആണ് ഞാൻ റെഡിയാക്കുന്നത്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷീറ്റ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം അതിനെ രണ്ടായിട്ട് ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കത്തിയോ ഇതുപോലെ പിസ്സ കട്ടറോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കും. നമ്മൾ കട്ട് ചെയ്ത പീസ് നീളം കുറച്ചുകൂടെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ വെച്ചിട്ട് നീളത്തിൽ ഒന്ന് പരത്തി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അൺസോൾട്ടഡ് ബട്ടർ തേച്ച് കൊടുക്കുവാണേ. ഈ അൺസോൾട്ടഡ് ബട്ടറും സിനമണിൻ്റെയും ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജാമോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് സ്ലൈസ് ചെയ്ത് നമ്മൾ മൈക്രോവേവ് ഒക്കെ ചെയ്ത് ഡ്രൈ ആക്കി വെച്ചിരിക്കുന്ന ആപ്പിളിൻ്റെ സ്ലൈസസ് ഒന്ന് ഓവർലാപ്പ് ചെയ്ത രീതിയിൽ ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ 2 എഡ്ജിൽ നമ്മൾ ഒരു കുറച്ച് സ്പേസ് ഇട്ടിട്ടുണ്ട്. കാരണം നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്യുമ്പം അതൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ലോക്ക് ആക്കാനായിട്ട് കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന സിനമൺ ബ്രൗൺ ഷുഗറിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങളുടെ ഷുഗറിൻ്റെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്കിതിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇതൊരു മിതമായ രീതിയിലുള്ള ഷുഗറേ ഇതിന് കിട്ടത്തുള്ളൂ. ആ സ്വീറ്റ്നെസ്സേ അതിന് കിട്ടത്തുള്ളൂ. കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും മധുരമുള്ള ജാം ഒരു ടീസ്പൂൺ വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത ശേഷം തേച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഒരു കോർണറിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിക്ക് നമുക്ക് ആ റോസ് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഏത് പാനിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു കപ്പ് കേക്ക് മോൾഡാണ് എടുത്തിരിക്കുന്നത്. അതിൽ ഞാനൊരു ലൈനർ ഇട്ടിട്ടുണ്ട്. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള പേസ്ട്രീസും ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫ്ലേവേഴ്സിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ജാമോ പ്രിസർവോ എന്തെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഞാനിത് സിനമണിൻ്റെ ഫ്ലേവറിലും ജാമിൻ്റെ ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ജാമിൻ്റെ ഫ്ലേവറിലും ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫോൾഡ് ചെയ്ത ശേഷം നമുക്ക് റോൾ ചെയ്ത് അങ്ങനെ ഈ റോസസ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 370 ഡിഗ്രി 45 to 55 മിനിറ്റ്സോളം നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. അതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് വേകുന്നിടം വരെയും. അപ്പോൾ ഇത് ബേക്ക് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പുറവശം നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. ഇനി ബേക്ക് ചെയ്ത റോസസ് ഒന്ന് തണുത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് പഞ്ചസാര പൊടിച്ചത് അതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല ലുക്ക് അട്രാക്റ്റീവ് ആകാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഈ ആപ്പിൾ റോസസ് ഈസി ആയിട്ട് പഫ് പേസ്ട്രി കൊണ്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.